ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഇത് ടൊയോട്ട ഇന്നോവയാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വലിക്കുന്നില്ല. അതായത് പിക്കപ്പ് നല്ല രീതിയിലുള്ള കുറവുണ്ട്, അതുപോലെ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ കയറ്റം കയറാൻ സാധിക്കുന്നില്ല. ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ കസ്റ്റമർ കംപ്ലൈൻറ്റ് ഇതാണ്, വണ്ടി പിക്കപ്പ് തീരെ കുറവാണ്, കയറ്റം കയറാനുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കസ്റ്റമർ കംപ്ലൈൻറ്റ്. അതുപോലെ തന്നെ ക്ലച്ചിന് വേറെ പെഡലോ കാര്യങ്ങളോ ഉണ്ട്, പക്ഷേ നമുക്ക് കയറ്റം കയറാൻ പറ്റുന്നില്ല, എഞ്ചിൻ റേസ് ആവുന്നുണ്ടെന്ന് കസ്റ്റമർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ചിൻ്റെ അവസ്ഥ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അഴിച്ചു വെച്ചേക്കുന്ന ക്ലച്ചാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ റിലീസ് ബെയറിംഗ്. ഇതിൽ റിലീസ് ബെയറിങ്ങിൻ്റെ ലോക്കും കാര്യങ്ങളാണ് ഈ വരുന്നത്. അപ്പോൾ ക്ലച്ച് പ്ലേറ്റിലോട്ട് നമ്മൾ നോക്കുന്ന, ക്ലച്ച് ഡിസ്കിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ക്ലച്ചിന് കാണുന്നത്. അതായത് ഇങ്ങോട്ട് നോക്കിയാൽ ഈ റിവിറ്റ് മുട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ ക്ലച്ചിന് ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ ഒരു വര വരും, ഈ ഭാഗത്തൊക്കെ ഒരു വര വരും. ഈ വര ഏകദേശം ഈക്വലായി കഴിഞ്ഞാൽ തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വരയും പോയി കഴിഞ്ഞിട്ട് പിന്നെയും ഈ ക്ലച്ച് ഓടിയിട്ടുണ്ട്. അതിൻ്റെ മറുവശം നമുക്ക് നോക്കാം. മറുവശം നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ക്ലച്ച് ഫുള്ളായിട്ട് ഇപ്പോൾ ഏകദേശം പിടിക്കും. വണ്ടി വഴി കിടക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ക്ലച്ച് ഇനിയും നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പാട് നേരെ ഫ്ലൈ വീലിൽ വീഴും. ഫ്ലൈ വീലിൽ പാട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈ വീല് മാറേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ നമ്മൾ ഒരു ചെറിയ വലിയ വ്യത്യാസം വണ്ടിക്ക് ഉണ്ടെങ്കിൽ നേരെ ക്ലച്ചാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്ലച്ച് മാറി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈ വീല് മാറേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ വഴി കിടക്കേണ്ട അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്തൊക്കെ പൊളിഞ്ഞ് വരുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇനിയും ഇത് ഒന്നുകിൽ വഴി നിൽക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക് ഇവിടുന്ന് ഇളകി പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഇത്രയും തേഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത്. അതുപോലെ തന്നെ റിലീസ് ബെയറിംഗിൽ നോക്കിയാൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വെലോസിയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഗിയർ ബോക്സ് കയറ്റുന്ന സമയത്ത്, ക്ലച്ച് മാറാൻ വേണ്ടി ഗിയർ ബോക്സ് കയറ്റുന്ന സമയത്ത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ക്ലച്ചിനുള്ളിലെ ആ പൊടിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഗിയർ ബോക്സിനകത്തുള്ള ആ പൊടിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഗിയർ ബോക്സ് കയറ്റാനായിട്ട്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ട് പ്രഷർ പ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ ഇത്രയും കട്ടായി പോയിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളുമാണ് ഉള്ളത്. വണ്ടിക്ക് ഏത് വണ്ടിയായാലും, ടൊയോട്ട ആയാലും പോലും ഏത് വണ്ടിയായാലും ചെറിയൊരു പിക്കപ്പ് പ്രോബ്ലം വരുന്ന സമയത്ത് എഞ്ചിൻ നമ്മൾ കയറ്റം കയറുമ്പോഴൊക്കെ ക്ലച്ച് താങ്ങി എടുക്കുന്ന സമയത്ത് കയറ്റം കയറുമ്പോഴൊക്കെ വണ്ടി എഞ്ചിൻ റേസ് ആവുന്നുണ്ട്. പക്ഷേ വണ്ടി മൂവ് ആവാത്തൊരു അവസ്ഥ വരുവാണെങ്കിൽ കൂടുതലായിട്ടും അത് ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും. ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മാറ്റി വിടുക. പിന്നെയും നമ്മൾ ഗവനിക്കാതെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെതുക്കെ വണ്ടി മൂവ് ആവും. നല്ല രീതിയിൽ നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ ക്ലച്ച് കൂടുതലായിട്ട് കത്താൻ തുടങ്ങും. കൂടുതലായിട്ട് കത്തി പോകുമ്പോഴത്തേക്ക് വണ്ടി വഴി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എഞ്ചിൻ റേസ് കാണിക്കുന്നുണ്ട്, കയറ്റം കയറാനുള്ള പാടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യുമ്പോൾ വണ്ടി കയറാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നോക്കുക. ക്ലച്ചിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലച്ച് കറക്റ്റായിട്ട് മാറ്റി വിടുക. ക്ലച്ച് മാറ്റി വിടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാറ്റി വിടുക. ക്ലച്ച് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്, അതുപോലെ തന്നെ റിലീസ് ബെയറിങ്ങും മാറ്റി വിടുക. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഗിയർ ബോക്സിനകത്ത് വരുന്ന പൊടി കറക്റ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ക്ലച്ച് ടൈറ്റ്, നമ്മൾ പെഡൽ ടൈറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളുടെ ശ്രദ്ധിക്കുക. അപ്പോൾ ടൊയോട്ട ഇന്നോവയുടെ പിക്കപ്പ് പ്രോബ്ലത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഓവർടേക്കിങ്ങിനൊക്കെ പാടുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കി നമ്മൾ ക്ലച്ചിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.